ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധിയുടെ വിവാഹശേഷം സച്ചിക്കും സുധിക്കും വേണ്ടി റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് ശ്രീകാന്ത്. ഞാൻ വരുന്നത് സുധിക്ക് ഇഷ്ടമാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി കുറെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും സന്തോഷമായിട്ട് എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരണമെന്ന് ശ്രീകാന്ത് നിർബന്ധിച്ചു പറയുമ്പോൾ അതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അങ്ങനെ പോകാൻ തയ്യാറാവുന്ന സച്ചി അവിടെ ഒരുങ്ങാതെ തുണിയൊക്കെ മടക്കി വെക്കുന്ന ശ്രുതിയോടായിട്ട് നീ വരുന്നില്ലേ എന്ന് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ എന്താ നീ പറഞ്ഞതെന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ തുണി മടക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നിട്ടാണ് ഈ ചോദ്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. ഇന്നലെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. എന്നിട്ടാണോ നീ ഇങ്ങനെ ഒരുങ്ങാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു വരണം, അതിന് നിങ്ങളുടെ ഏട്ടനും ശ്രുതിയും ഒക്കെ പോകുന്നുണ്ടല്ലോ, അത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. അതെന്താ നീ വരുന്നില്ലെന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ കപ്പിൾസ് പാർട്ടിയല്ലേ നടക്കുന്നത്, അതിന് നമ്മൾ ഭാര്യയും ഭർത്താവുമാണോ, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ രേവതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി പോകുന്നുണ്ട് കേട്ടോ സച്ചിക്ക്. തുടർന്ന് സച്ചി പറയുന്നുണ്ട് ശ്രീകാന്ത് അല്ലേ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ചെന്നില്ലെങ്കിൽ അത് അവന് വിഷമമാവില്ലേ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി നടത്തുന്ന പാർട്ടിയല്ലേ എന്ന് ചോദിച്ച് രേവതിയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. തുടർന്ന് ഒരുങ്ങ് രേവതി, നിന്റെ ഭർത്താവായ ഞാൻ തന്നെയാണ് പറയുന്നത് എന്നൊക്കെ സച്ചിയുടെ വാക്കുകൾ കേട്ടുമ്പോൾ ശരിക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ രേവതിക്ക്. ശേഷം രേവതി സച്ചിയെ പ്രണയപൂർവ്വം നോക്കുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ രേവതിയാണെങ്കിൽ 2 സാരി എടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഏത് സാരിയാണ് ഞാൻ ഇതിൽ ഉടുക്കേണ്ടത്, നിങ്ങൾ സെലക്ട് ചെയ്ത് തരുന്ന സാരി ഞാൻ ഉടുക്കാം എന്നൊക്കെ സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് ഉടുത്തോളാനൊക്കെ സച്ചി പറയുന്നത് കേട്ട് മുഖം വാടുന്നുണ്ട് രേവതി. തുടർന്ന് സച്ചി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞ് രേവതിയുടെ അടുത്ത് ചെന്നിട്ട് അതിലൊരു സാരി രേവതിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ സാരി നീ ഉടുത്താൽ മതി, ഈ കളറ് നിനക്ക് നന്നായി നല്ല ചേർച്ചയാണ്, ഇതുടുത്താൽ നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ രേവതി. വീണ്ടും ആ പഴയ സന്തോഷം തിരിച്ചു കിട്ടുകയാണല്ലോ, സച്ചി തന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ ആലോചിച്ച് മനസ്സ് നിറഞ്ഞ് തന്നെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ രേവതി. അതിനുശേഷം സുധിയും ശ്രുതിയും കൂടി ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്താണ്. ശ്രീകാന്ത് അവരെ ശരിക്കും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും രേവതിയെയും ശ്രീകാന്ത് ക്ഷണിച്ചിട്ടുള്ള കാര്യം സുധിയും ശ്രുതിയും അറിയുന്നില്ല കേട്ടോ, അവർ വരുമെന്നുള്ള കാര്യം അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അതിനുശേഷം സച്ചിയും രേവതിയും റെസ്റ്റോറൻറ്റിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കാണുന്നതും ഞാൻ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റിലൊന്നും വന്ന് ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല എന്നൊക്കെ രേവതി പറയുമ്പോൾ ഞാനും അങ്ങനെ ഇവിടെ ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിലൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, കസ്റ്റമേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നൊക്കെ ഇറക്കി വിടും, അല്ലാതെ ഇവിടെ ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, എന്തായാലും വാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി റെസ്റ്റോറൻറ്റ് അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സച്ചിയെയും രേവതിയും ഒരുമിച്ച് കാണുമ്പോൾ ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട് കേട്ടോ സുധിയും ശ്രുതിയും. അപ്പോൾ നീ എന്താ ഇവിടെ എന്ന് സച്ചിയോടായിട്ട് സുധി ചോദിക്കുമ്പോൾ ഞാൻ ശ്രീകാന്ത് വിളിച്ചിട്ട് വന്നതാണെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി. ഇതുപോലുള്ള റെസ്റ്റോറൻറ്റിൽ നിനക്കൊക്കെ ഭക്ഷണം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ സുധി. ഇതേ സമയം ശ്രീകാന്ത് അവർക്കുള്ള സൂപ്പൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. തുടർന്ന് നീ എന്താ ഇവരെ വിളിച്ച വിവരം എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ കപ്പിൾ പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് മറുപടി കൊടുക്കുന്നു ശ്രീകാന്തിനോട്. നീ മാത്രമേ ഉണ്ടാവുന്നോ ഞാൻ കരുതിയതെന്ന് സുധി പറയുമ്പോൾ അതിന് എന്താ നീ പറഞ്ഞത്, ഇവിടെ റെസ്റ്റോറൻറ്റിൽ എത്ര പേര് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നു ലൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിക്ക് നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഇവനെയൊക്കെ എന്തിനാ നീ പാർട്ടിക്ക് വിളിച്ചത്, ഇവനെ പോലെ ഡീസൻറ്റ് ഇല്ലാത്തവർക്കൊക്കെ തട്ടുകടയാണ് നല്ലതെന്നൊക്കെ സുധി സച്ചിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ തട്ടുകടയിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാതെ നീ കുറേ നാൾ അലഞ്ഞില്ലേ, അതൊക്കെ നീ മറന്നുപോയോ, പഴയതൊന്നും എന്നെ കൊണ്ട് ഇവിടെ വെറുതെ വിളമ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഇപ്പോൾ തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് രണ്ടുപേരും ഒന്ന് വഴക്ക് നിർത്ത്, എന്നിട്ട് ഈ സൂപ്പ് ആദ്യം കുടിക്കുന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ജലദോഷപ്പനിയൊക്കെ വന്നാലാണ് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരോഗ്യത്തിന് എന്തെങ്കിലുമൊക്കെ ക്ഷതം സംഭവിക്കണമല്ലേ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ശരിക്കും അപമാനിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. തുടർന്ന് ശ്രുതിയും ഇത് കേട്ട് അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ ശ്രുതിയും ശ്രുതിയുടെ കൂടെ ഇങ്ങനെ രേവതിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് രേവതി ശരിക്കും വല്ലാതാവുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ ആ മുഖം പാടിയത് കണ്ട് നിങ്ങൾ പിന്നെ ആട്ടിൻ സൂപ്പ്
സൂപ്പിലല്ലേ ദിവസവും കുളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി. നിങ്ങൾ 2 പെണ്ണുങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ വീട് ഒരു കുടുംബമായത്. അല്ലെങ്കിൽ അമ്മ മാത്രമേ, ഞങ്ങൾ 3 ആൺമക്കളും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ ഇതുപോലൊരു കൂട്ടുകുടുംബത്തിൽ വന്നു കയറണമെന്ന് പണ്ട് മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. എന്തായാലും അമ്മ കാരണം അത് സാധിച്ചു എന്നൊക്കെ ശ്രുതി പറയുന്നത് കേട്ട് ഇവിടെ എന്താ ഇപ്പം പാർട്ടിയാണോ അതോ അമ്മയെ പുകഴ്ത്തലോ എന്നൊക്കെയുള്ള സച്ചിയുടെ വാക്കുകൾ കേട്ട് സച്ചിയെ തറപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. ഈ സൂപ്പ് ശ്രീകാന്ത് ഉണ്ടാക്കിയതാണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഇവിടെ വേറെ ഷെഫായിട്ടൊരു ചേട്ടനുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. അങ്ങനെ ഓരോ ഡിഷസുമായിട്ട് ശ്രീ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. തുടർന്ന് ഒരു ഡിഷ് കാണിച്ചതിന് ശേഷം ഇത് ഞാൻ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് ശ്രീകാന്ത് പറയുന്നതും ശ്രുതി വേഗം തന്നെ നൈഫും ഫോർക്കും എടുത്ത് അത് കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയാണെങ്കിലും അത് കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും രേവതിക്ക് നൈഫും ഫോർക്കും ഉപയോഗിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ശ്രുതിയാണെങ്കിൽ ആ ഭക്ഷണം രുചിച്ച് നോക്കിയതിന് ശേഷം സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് നീ എങ്ങനെയൊക്കെ ഈ പാചകം പഠിച്ചത്? അമ്മയുടെ കയ്യിൽ നിന്നായിരിക്കും, അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുമല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ ആരെ അമ്മയോ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തോടെ പറയുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ഇത്രയും കാലം അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെയല്ലേ നീ കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത്രയും നല്ല ഭക്ഷണത്തെയും അമ്മയുണ്ടാക്കിയ ഭക്ഷണത്തെയും തമ്മിൽ താരതമ്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി. രേവതിയാണെങ്കിൽ ഇതേ സമയം അത്രയും ഫോർക്കും നൈഫും ഉപയോഗിച്ച് ആ ഭക്ഷണം കഴിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയും സുധിയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് പരസ്പരം അവർ നോക്കി ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ചി ആണെങ്കിൽ ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്ന് സച്ചി അവരെ രൂക്ഷമായിട്ട് നോക്കിയതിന് ശേഷം രേവതിയോടായിട്ട് പറയുന്നുണ്ട്, എന്തിനാ നീ ഫോർക്കും നൈഫൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്നത്? കൈ നല്ല വൃത്തിയല്ലേ, കൈ കൊണ്ട് കഴിച്ചാൽ പോരെ എന്ന് ആ നൈഫും ഫോർക്കും ഒക്കെ എടുത്ത് മാറ്റാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. ശ്രുതി കേൾക്കെ സച്ചി പറയുന്നുണ്ട്, ഇതൊന്നും പിടിക്കാൻ അറിയില്ലെങ്കിലും അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കാതിരുന്നാൽ മതി എന്നൊക്കെ ശ്രുതിയെ ഉദ്ദേശിച്ച് സച്ചി പറയുമ്പോൾ അതെന്താ സച്ചി അങ്ങനെ പറഞ്ഞതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചിക്ക്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം എങ്ങനെയാണ് നടന്നത്? ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ? നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്നൊക്കെ ശ്രുതി, അതൊക്കെ ഒന്ന് കേൾക്കാനൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ ശ്രുതി പറയുമ്പോൾ സച്ചി ആണെങ്കിൽ സുധിയെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ലവും ഗിവും ഒന്നും അല്ല, ഇവനോ അതൊന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ സുധി ആണെങ്കിൽ ഇത് കേട്ട് ശരിക്കും തലയും കൊമ്പിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുന്നതും സുധി തല താഴ്ത്തി തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നത്, എല്ലാം അവൾ അറിയട്ടെ. ഇവളെ ആദ്യം പെണ്ണ് കാണാൻ ചെയ്യുന്നത് നിന്റെ ഭർത്താവ് തന്നെയാണ്. പക്ഷേ എന്നിട്ട് കല്യാണം, ഇവർ തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണത്തിൻ്റെ അന്ന് അച്ഛൻ്റെ 55 ലക്ഷവും കൊണ്ട് ഓടിപ്പോയവനാണ് എന്ന് ഇതൊക്കെ ശ്രുതിയെക്കുറിച്ച് സച്ചി പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല കേട്ടോ. കാരണം സച്ചി ഇതിങ്ങനെ എപ്പോഴും പറയുന്നതല്ലേ, അങ്ങനെ പറയുന്നതാണെന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ സമൂഹ വിവാഹമാണല്ലേ നിങ്ങളുടെ നടന്നത്? ന്യൂസ് പേപ്പറിലൊക്കെ ഞാൻ ഇതുപോലുള്ള വാർത്തകൾ വായിച്ചിട്ടുണ്ട്. കല്യാണ പെണ്ണിനെ ഇഷ്ടമില്ലാതെ വരൻ ഓടിപ്പോകുന്നത്, പിന്നെ ഒരാൾ വന്ന് ജീവിതം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇത് നടന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അപ്പോൾ ഇതൊക്കെ കേട്ട് കരച്ചിലിൻ്റെ വക്കിലെത്തിയ രേവതി ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോവുകയാണ്. ശ്രുതിയും സുധിയും കൂടി പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, 55 ലക്ഷം രൂപയും അച്ഛൻ്റെ 55 ലക്ഷം രൂപയും കൊണ്ട് ഇവൻ ഓടിപ്പോയി. ഒരു കുടുംബത്തെ മുഴുവൻ ഇവൻ അപമാനിച്ചില്ലേ? ഇവളുടെ ജീവിതത്തെക്കുറിച്ച് പോലും ഇവൻ ഓർക്കാതെ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ആണെങ്കിൽ സുധിയെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. കല്യാണം ഇഷ്ടമില്ലാതെ ആരെയും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ വീണ്ടും അപമാനിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. തുടർന്ന് സുധിയാണെങ്കിൽ വീണ്ടും അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അതായത് എല്ലാത്തിനും അച്ഛനെ പറഞ്ഞാൽ മതി, ആ പണം കൊണ്ട് ഞാനൊരു ബിസിനസ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ നിലയിലെത്തിയേനെ, അത് ആ കല്യാണം സമ്മതിച്ചതൊക്കെ അതിൻ്റെ പേരിലാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കുന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ട് എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു, മറ്റൊരു വഴിയില്ലാതെ ഞാൻ അതിന് സമ്മതിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നം, എല്ലാം അച്ഛൻ കാരണമാണ് എന്നൊക്കെ ശ്രുതിയോട് ഇങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് സച്ചിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞ് സച്ചി ശ്രുതിയുടെ നേരെ ശരിക്കും ഷൗട്ട് ചെയ്ത് ശരിക്കും നിയന്ത്രണം വിടുന്നുണ്ട് കേട്ടോ സച്ചിക്ക്.
തുടർന്ന് എന്താ ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ, എൻ്റെ ജീവിതത്തിൽ തകർന്നത് മുഴുവൻ അച്ഛൻ കാരനാണ്, നിന്നെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് എല്ലാം ശരിയായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അച്ഛനെ എങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സുധി. അതിനിടയ്ക്ക് സുധി അച്ഛനെക്കുറിച്ച് ഒരു മോശം വാക്ക് പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ശരിക്കും സച്ചിക്ക് കലി കയറുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചിയാണെങ്കിൽ സച്ചിയുടെ നിയന്ത്രണം വിടുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് വന്ന് തടയാൻ ശ്രമിക്കുമ്പോൾ നീ കേട്ടില്ലേ അച്ഛനെക്കുറിച്ച് അവൻ പറഞ്ഞത്, എൻ്റെ മുന്നിൽ വെച്ചാണ് അച്ഛൻ അവന് പണം കൊടുത്തത്, എന്നിട്ട് അവൻ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. തുടർന്ന് സുധിയാണെങ്കിൽ അച്ഛനെ കുറിച്ച് പറയുന്ന നിർത്തില്ല, വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്ഷമ നശിക്കുന്ന സച്ചി സുധിയെ അടിക്കുന്നുണ്ട് കേട്ടോ. കോളറിൽ കെടി പിടിച്ച് അടിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ വെച്ച് സുധിയെ ശരിക്കും നല്ല രീതിയിൽ തന്നെ സച്ചി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി അവരെ ഇങ്ങനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുമ്പോഴും ശരിക്കും കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് കേട്ടോ സച്ചി. തുടർന്ന് സുധിയുടെ 2 കൈവിരലിൽ പിടികിട്ടുന്നുണ്ട് കേട്ടോ സച്ചിക്ക്. അങ്ങനെ ആ കൈവിരൽ, സുധിയുടെ 2 കൈവിരൽ സച്ചി പിടിച്ച് ഒടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദന കൊണ്ട് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി വന്ന് ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, എന്താ സച്ചി ഇത്, ഇത്രയ്ക്കും മാനേഴ്സ് ഇല്ലാതെയാണോ നീ സംസാരിക്കുന്നത് എന്നൊക്കെ. ശ്രുതി ഇങ്ങനെ ഇംഗ്ലീഷിൽ അവിടെ നിന്ന് വാചകടിക്കുമ്പോൾ മതി നിർത്തി നിൻ്റെ ഒരു ഇംഗ്ലീഷ്, അച്ഛൻ്റെ പണത്തിലല്ലേ അവൻ ഇത്ര വലിയ ആളായതും ഇങ്ങനെ ആൾ കളിക്കുന്നതൊക്കെ, എന്നിട്ട് അവൻ അച്ഛനെക്കുറിച്ച് പറയുന്നത് നീയും കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ന് വെച്ച് പൊതുസ്ഥലത്ത് വെച്ചാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ രേവതി മുന്നോട്ട് വന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, അതാദ്യം നിൻ്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുക, അച്ഛനെക്കുറിച്ച് എത്ര മോശമായിട്ടാണ് അവൻ സംസാരിച്ചത് എന്ന് പറയുകൊണ്ട് ശ്രുതിയുടെ വായടപ്പിക്കുകയാണ് കേട്ടോ രേവതി ചെയ്യുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്